നമസ്കാരം. പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലവും വന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം സർക്കാർ ഞായറാഴ്ച അധികാരമേൽക്കും. അതിനുശേഷമായിരിക്കും നിയുക്ത എംപിമാരുടെ സത്യപ്രതിജ്ഞ. ഇതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തകൃതിയായി ഡൽഹിയിൽ നടക്കുകയാണ്. ഒരു എംപിക്ക് ഒരു മാസം എത്ര രൂപയായിരിക്കും ശമ്പളമെന്ന് അറിയാമോ? 1,00,000 രൂപയാണ് അടിസ്ഥാന ശമ്പളമായിട്ട് ലഭിക്കുക. 2018 ശേഷമാണ് ശമ്പളം ഇത്രയും ഉയർന്നത്. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി സർക്കാർ എംപിമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുകയായിരുന്നു. ശമ്പളത്തിനൊപ്പം അലവൻസുകളും ആനുകൂല്യങ്ങളുമായി മോശമല്ലാത്ത തുക കൂടി ലഭിക്കും. ഇതിനു പുറമെ കുടുംബാംഗങ്ങൾക്ക് സൗജന്യ ചികിത്സ, സൗജന്യ യാത്ര തുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭിക്കും. എംപിമാർക്ക് മണ്ഡല അലവൻസായി പ്രതിമാസം 70,000 രൂപയാണ് ലഭിക്കുന്നത്. ലോക്സഭാ മണ്ഡലത്തിലെ ഓഫീസ് പരിപാലിക്കുന്നതിനും മറ്റ് ചെലവുകൾക്കും വേണ്ടിയാണ് ഇത്. ഇതിനേക്കാൾ കൂടുതൽ ചെലവായാൽ എംപി സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. മാസം 70,000 രൂപ കിട്ടുന്നതിനൊപ്പം ഓഫീസ് ചെലവുകൾക്കായി 60,000 രൂപയും ലഭിക്കും. സ്റ്റേഷനറി, ടെലികമ്മ്യൂണിക്കേഷൻ, ജീവനക്കാരുടെ ശമ്പളം എന്നിവയ്ക്ക് വേണ്ടിയാണ് ഈ തുക ഉപയോഗിക്കുന്നത്. പാർലമെന്ററി സെഷനുകളിലും കമ്മിറ്റി മീറ്റിംഗുകളിലും പങ്കെടുക്കുന്നതിനായി എംപിമാർ തലസ്ഥാനത്തായിരിക്കുമ്പോൾ താമസം, ഭക്ഷണം, മറ്റ് ചെലവുകൾ എന്നിവയ്ക്കായി 2,000 രൂപ പ്രതിദിന അലവൻസിന് അർഹതയുണ്ട്. എംപിമാരുടെ അടുത്ത കുടുംബാംഗങ്ങൾക്കും പ്രതിവർഷം 34 സൗജന്യ ആഭ്യന്തര വിമാനയാത്രകൾക്കും അർഹതയുണ്ട്. ഔദ്യോഗികവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾക്കായി അവർക്ക് സൗജന്യ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്രയും ലഭിക്കുന്നു. എംപിമാർക്ക് അവരുടെ 5 വർഷത്തെ സേവന കാലയളവിൽ പ്രധാന സ്ഥലങ്ങളിൽ വാടകരഹിത താമസ സൗകര്യം നൽകുന്നു. സീനിയോറിറ്റി അനുസരിച്ച് അവർക്ക് ബംഗ്ലാവുകളോ ഫ്ലാറ്റുകളോ ഹോസ്റ്റൽ മുറികളോ ലഭിച്ചേക്കാം. ഔദ്യോഗിക വസതികൾ വേണ്ടെന്ന് ഏതെങ്കിലും എംപി തീരുമാനിച്ചാൽ അവർക്ക് പ്രതിമാസം 2,00,000 ഭവന അലവൻസ് ക്ലെയിം ചെയ്യാം. എംപിമാർക്ക് പ്രതിവർഷം 50,000 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും 4,000 കിലോ ലിറ്റർ വരെ വെള്ളവും സൗജന്യമായി നൽകുന്നു. എല്ലാം കൂടി ചേർത്ത് ഒരു എംപിക്ക് പ്രതിമാസം 2,30,000 രൂപയോളം ലഭിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒരു തവണ മാത്രം 5 വർഷം അംഗമായ വ്യക്തിക്ക് പ്രതിമാസം 25,000 രൂപ പെൻഷൻ ലഭിക്കും. ഓരോ അധിക സേവന വർഷത്തിനും അവർക്ക് പ്രതിമാസം 2,000 രൂപ ഇൻക്രിമെൻ്റ് ലഭിക്കും.